ശരിക്കും ഇത് സഖാവ് വാസവൻ മന്ത്രിയുടെ മണ്ഡലമാണ്. അതുകൊണ്ട് ഇനി സ്ഥല MLA പറ്റി പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുള്ള നിർദ്ദേശമാണ് ഈ പോയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഈ ഈ ഇടിഞ്ഞു വീണ ഒരു കെട്ടിടത്തിൻ്റെ കീഴിൽ ക്യാപ്സ്യൂളാണ്, ഈ ഇടിഞ്ഞു വീണ ഒരു കെട്ടിടത്തിൻ്റെ അടിയിൽ ഈ നാടകം കളിക്കണോ? മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ, ആ ഓപ്പറേഷൻ തിയേറ്ററിലോട്ടാണ് ഇപ്പോൾ മാറാനായിട്ട് പെട്ടെന്ന് നടപടികളൊക്കെ എടുക്കുന്നത്. അത് നടക്കട്ടെ. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം 12 തിയേറ്റേഴ്സ് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാകണം. ആ 12 ഓപ്പറേഷൻ തിയേറ്ററിൽ ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് 4 ഓപ്പറേഷൻ തിയേറ്ററുകളെക്കുറിച്ച് മാത്രമാണ്. 8 ഓപ്പറേഷൻ തിയേറ്ററുകളെക്കുറിച്ച് പറയുന്നില്ല. ഞാനതൊരു ആക്ഷേപമായിട്ട് പറയുന്നില്ല. അടിയന്തിരമായി ഈ 12 ഓപ്പറേഷൻ തിയേറ്ററും ഓപ്പറേഷനിലാക്കത്തക്ക വിധത്തിലുള്ള നടപടി വേണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഇമ്മീഡിയറ്റായിട്ട് അത് വേണം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ 4 തുറന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് സൂപ്രണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായി ഞാൻ പത്രത്തിൽ കണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണെന്ന് ഒരിക്കൽ 4 പ്രവർത്തിക്കണം. പക്ഷേ ആ 4-നകത്ത് 2 വർക്ക് ചെയ്യുന്നതേയില്ല. ബാക്ടീരിയോളജി, മൈക്രോബയോളജി അതിൻ്റെ പരിശോധന പൂർത്തിയാക്കിയോ എന്നുള്ള വിവരം കൂടി പുറത്ത് പറയണമെന്ന് അറിയിക്കുകയാണ്. ശ്രീ നാട്ടൽ സുരേഷും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 4 ഓപ്പറേഷൻ റൂമുകളിൽ 2 മുറിക്കകത്ത് അണുവിമുക്തമല്ല എന്നുള്ള റിപ്പോർട്ടുണ്ട്. അണുവിമുക്തമല്ല എന്ന്. അതുകൊണ്ട് ഞാൻ അതും ആക്ഷേപമായിട്ട് പറയുന്നില്ല. പക്ഷേ ഇത് അണുവിമുക്തമാക്കി ജനങ്ങൾക്ക് വിഷമമുണ്ടാകാത്ത രൂപത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കണം ഈ പുതിയ സംവിധാനത്തിലെങ്കിലും. അതാണ് നമ്മുടെ ആവശ്യം. അത് അണുവിമുക്തമാക്കണമെന്ന് വരികിൽ ബാക്ടീരിയോളജിയുടെയും മൈക്രോബയോളജിയുടെയും പരിശോധന പൂർത്തിയാക്കണം. ഇപ്പോൾ എല്ലാം റെഡിയാണ് എന്ന് പറയുന്നവർ തട്ടുമുട്ട് നടപടികൾ കൊണ്ട് ഇത് പൂർത്തിയാക്കി എന്ന് വരുത്തി തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ ശരിയാണ് എന്ന് പറയുന്ന ആളുകൾ ഈ പറയുന്ന ബാക്ടീരിയോളജി, മൈക്രോബയോളജി റിപ്പോർട്ടുകൾ അതെന്താണ്, അത് കിട്ടിയിട്ടുണ്ടോ, ജനങ്ങളെ ആ വിവരം അറിയിക്കുന്നതിന് അധികൃതർ തയ്യാറാവണം. അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല എന്ന് വരികിൽ അതിൻ്റെ അർത്ഥം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ സാംക്രമിക രോഗ വിമുക്തമായി ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററുകൾ മാറിയെങ്കിലേ ഓപ്പറേഷൻ ആരംഭിക്കാൻ കഴിയും. അതാകുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ വിമർശനമെല്ലാം വളരെ പോസിറ്റീവാണ്. അതാകണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. 2, മെഡിക്കൽ ബ്ലോക്കിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കണം. അതിനുവേണ്ടിയുള്ള നടപടികൾ ഉണ്ടായേ മതിയാകും. മെഡിക്കൽ കോളേജിലെ 26 ട്രോമ കെയർ, ഡയാലിസിസ് സെൻറ്റർ തുടങ്ങിയവ അത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ചോർന്നൊലിക്കുകയാണ്. ആ ട്രോമ കെയറിൻ്റെ സ്ഥലം ഞങ്ങൾ തന്നെ നേരിട്ട് കണ്ടു. മെഡിക്കൽ വാർഡിലെ മറ്റു വാർഡുകൾ ഞങ്ങൾ തന്നെ പരിശോധിച്ചു. ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടിയാണ് പരിശോധിച്ചത്. അത് സത്യം പറഞ്ഞാൽ അതാണ് ഒരു സോഷ്യൽ ഓഡിറ്റ്. നമ്മളെല്ലാവരും കൂടി സൊസൈറ്റിയുടെ വിവിധ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, മാധ്യമപ്രവർത്തകർ, നമ്മളെല്ലാവരും കൂടി പരിശോധിച്ചാണ്. ആ പരിശോധനയിൽ നമ്മൾ നേരിട്ട് കണ്ട കാര്യമുണ്ട്. ഇതൊന്ന് മുഖ്യമന്ത്രി കണ്ടാലും എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ അതിൻ്റെ അടിയിലൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതിയത് പോലും കണ്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വേണം. അതൊരു സോഷ്യൽ ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടതാണ്. അതിൻ്റെ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. അത് ചോർന്നൊലിക്കുകയാണ്. ശ്രീ ചാണ്ടി ഉമ്മൻ ഇവിടെ വെൻസ് ഹോസ്റ്റലിലെ കാര്യം ഇന്നലെ അവിടെ നേരിട്ട് പോയി കണ്ട് നിങ്ങളിൽ പലരും ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശോച്യാവസ്ഥ അവസാനിപ്പിക്കാൻ, ഞങ്ങൾ പറയുന്നത് പൊളിറ്റിക്സ് ആയിട്ടൊന്നും എടുക്കരുത്, ഈ ശോച്യാവസ്ഥ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ നടപടി വേണ്ട വിധത്തിലല്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഈ കെട്ടിടത്തിൻ്റെ ക്വാളിറ്റി പരിശോധന നടത്തി ആ പരിശോധനയുടെ റിപ്പോർട്ട് കഴിയുന്നത്ര വേഗം പുറത്തു വിടുന്നതിന് വേണ്ടി നടപടിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഞങ്ങളിതിനെ വിമർശിച്ചു. ആദ്യം എന്താ പെട്ടെന്ന് ഇതുപോലൊരു അത്യാഹിതം ഉണ്ടായി. ആ അത്യാഹിതത്തിൽ ഒരാൾ മരിച്ചുപോയി. മരിച്ച ആരും ഇനി മണ്ണിനടിയിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് മന്ത്രിമാർ ഞങ്ങളോട് തർക്കിച്ചു, മാധ്യമങ്ങളായ നിങ്ങളോടും തർക്കിച്ചു. എല്ലാവരും കൂടി തർക്കിച്ച് നിൽക്കുന്നതിൻ്റെ അവസാനമായി തർക്കിക്കുമ്പോഴും മണ്ണിൻ്റെ അടിയിൽ പാവപ്പെട്ട ഒരു സ്ത്രീ കിടക്കുകയാണ്, ബിന്ദു. അവർ അടിയിൽ കിടക്കുമ്പോഴാണ് ഈ തർക്കം നടക്കുന്നത്. ഈ തർക്കം നടക്കുമ്പോൾ ഞങ്ങൾ ആ കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പോൾ മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് അറ്റാക്ക്.
ആ അറ്റാക്ക് ചെയ്ത പേര് നമുക്ക് പ്രശ്നമല്ല. നമ്മൾ പൊതുപ്രവർത്തകരാണ്. നമ്മളൊരു എന്താ സ്പടിക ഗ്ലാസ്സിനകത്ത് ഇരിക്കുകയാണ്. നമ്മളെ എല്ലാവർക്കും കാണാം, നമ്മളും എല്ലാവരെയും കാണും. അതുകൊണ്ട് നമ്മളുടെ ഒരു ചെറിയ കുറ്റം ഒരിക്കൽ അത് വിമർശിക്കുന്നതിലൊരു തെറ്റുമില്ല. ഞാൻ ആ വിമർശനത്തെ സ്വാഗതം ചെയ്യുന്ന ജനാധിപത്യവാദിയാണ്. ഞാനൊരു ഏകാധിപത്യ ചിന്താഗതിയുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വിമർശിച്ചോട്ടെ. പക്ഷേ വിമർശനം കഴിഞ്ഞപ്പോഴാണ് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് അബദ്ധം പറ്റിപ്പോയത്. അവർ കൊടുത്ത ഒരു സന്ദേശമാണ്, അത് എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയതാണ്. ഇത് കോട്ടയത്തെ അപകടത്തെ ന്യായീകരിക്കാൻ നമ്മൾ ഇറക്കിയ സഖാക്കളെ, അതാണ് അഡ്രസ്സ്, സഖാക്കളെ, കോട്ടയത്തെ അപകടത്തെ ന്യായീകരിക്കാൻ നമ്മൾ ഇറക്കിയ പ്രചരണത്തിൽ ചെറിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. മെഡിക്കൽ കോളേജ് പുതുപ്പള്ളി മണ്ഡലത്തിലാണെന്ന് കരുതിയാണ് നമ്മുടെ ചില സഖാക്കൾ ആദ്യം ചാണ്ടി ഉമ്മനെതിരെ തിരിഞ്ഞത്. എന്നാൽ ചിലർ ഇതിൽ ഇതിനെതിരെയാണ് എഴുതിയത്. അത് രണ്ടാമത്തെ കൺഫെഷൻ. ശരിക്കും ഇത് സഖാവ് വാസവൻ മന്ത്രിയുടെ മണ്ഡലമാണ്. അതുകൊണ്ട് ഇനി സ്ഥല MLA പറ്റി പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുള്ള നിർദ്ദേശമാണ് ഈ പോയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഈ ഇടിഞ്ഞു വീണ ഒരു കെട്ടിടത്തിൻ്റെ കീഴിൽ ക്യാപ്സ്യൂളാണ്, ഈ ഇടിഞ്ഞു വീണ ഒരു കെട്ടിടത്തിൻ്റെ അടിയിൽ ഈ നാടകം കളിക്കണോ? അത് കഷ്ടമല്ല. അതിനുശേഷം ഒത്തിരി നാടകങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്.